ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് 10th സ്റ്റാൻഡേർഡിലെ 9th ലെസൺ ആണ്. ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെ അറിയാം എന്ന ചാപ്റ്റർ കുറച്ച് വലിയൊരു ചാപ്റ്റർ ആണ്. അപ്പോൾ നമുക്കത് രണ്ട് പാർട്ടായിട്ട് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെ അറിയാം, ന്യൂ SCERT സ്റ്റാൻഡേർഡ് 10ലെ 9th ലെസൺ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഇമേജ് തന്നിട്ടുണ്ട്. ഇമേജ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ, ബയോളജിയെ പോലെ മനുഷ്യ ശരീരങ്ങൾ കാണിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താ, ഇവിടെ ഒരു കമ്പാരിസൺ ആണ്. എന്ത് കമ്പാരിസൺ ആണ് നോക്കിയേ. നാം ജീവിക്കുന്ന സമൂഹത്തെ നമ്മുടെ ശരീര വ്യവസ്ഥയുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്യുകയാണ്. നമുക്കറിയാം നമ്മുടെ ശരീരം സങ്കീർണമായിട്ടുള്ള ഒരു യന്ത്രത്തെ പോലെയാണ് എന്നുള്ളത് അല്ലെ. അത് നമ്മെ ജൈവികമായി നിലനിർത്താൻ എപ്പോഴും എണ്ണമറ്റ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കും. എല്ലാ ജീവികളിലും അവയുടെ ശാരീരിക സവിശേഷതകൾക്കനുസരിച്ച് സ്ഥിരമായി ക്രമപ്പെടുത്തിയ ഒരു ജൈവിക ഘടനയുണ്ട്, ഒരു ഓർഗാനിക് സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ ഈ ഓർഗാനിക് സ്ട്രക്ചറിലുള്ള ഓരോ അവയവങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ധർമ്മങ്ങളും ഉണ്ട്. ഈ ധർമ്മങ്ങൾക്കനുസരിച്ച് ശരീരഭാഗങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ ഓർഗാനിക് സ്ട്രക്ചറിൽ വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങൾ തമ്മിൽ എന്തായിരിക്കണം, ഒരു പരസ്പരം റിലേറ്റഡ് ആയിരിക്കണം അല്ലെ. അപ്പോ ഈ തലമാണ്, ഇതിനെയാണ് എന്ത് പറയുക, ജൈവിക വ്യവസ്ഥ എന്ന് പറയുന്നത്. ജൈവിക ഘടനയിലെ വ്യത്യസ്ത ഭാഗങ്ങൾ തമ്മിലുള്ള പാരസ്പര്യം അനുസരിച്ച് ആ ഒരു ഘടന സജീവമാവുകയും ആ സജീവമായ ഘടനയെ ജൈവിക വ്യവസ്ഥ എന്നും വിളിക്കുന്നു. അതായത് നമ്മുടെ ശരീരത്തിലെ ഓരോ സെൽസിനും അതിൻ്റെതായ ഡ്യൂട്ടി ഉണ്ട് അല്ലെ. സെൽസ് കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, ടിഷ്യൂസ് ഫോം ചെയ്യുന്നത്. ടിഷ്യൂസ് കൂടിയിട്ടാണ് അവയവങ്ങൾ ഫോം ചെയ്യുന്നത്. അവയവങ്ങൾ കൂടി ചേർന്നാണ് അവയവ വ്യവസ്ഥ ഉണ്ടാവുന്നത് എന്നൊക്കെ നമ്മൾ ബയോളജി പഠിച്ചതാണ്. അപ്പൊ വിവിധ ഭാഗങ്ങളുടെ ചിട്ടയായ ക്രമീകരണമാണ് സിസ്റ്റം അല്ലെങ്കിൽ വ്യവസ്ഥ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ രക്തചംക്രമണ വ്യവസ്ഥ, ശ്വസന വ്യവസ്ഥ തുടങ്ങിയ ഓരോ ശരീര വ്യവസ്ഥയും പരസ്പര ബന്ധിതമായി പ്രവർത്തിക്കുന്നു എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണ് ശാരീരിക പ്രവർത്തനങ്ങൾ സന്തുലിതമായി നിലനിന്ന് പോകുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് സമൂഹത്തിൽ വ്യത്യസ്ത സാമൂഹിക സ്ഥാപനങ്ങളും ഘടകങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് സമൂഹത്തിന്റെ സ്ഥിരതയും വളർച്ചയും ക്രമവും നിലനിർത്തിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സമൂഹത്തിന് സ്ഥിരതയും വളർച്ചയും ക്രമവും ഒക്കെ നിലനിർത്തി പോകാനായിട്ട് സമൂഹത്തിന്റെ വിവിധ ഘടകങ്ങൾ ഏകോപിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ സമൂഹത്തിന്റെ വിവിധ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? വിദ്യാഭ്യാസം, ഗതാഗതം, ആശയവിനിമയം, മാധ്യമങ്ങൾ, നിയമം, നീതിന്യായ വ്യവസ്ഥ, ആരോഗ്യ സുരക്ഷാ സംവിധാനം, മത സാംസ്കാരിക സ്ഥാപനങ്ങൾ, സർക്കാർ തുടങ്ങിയ സമൂഹത്തിന്റെ ഓരോ ഘടകങ്ങളും പരസ്പര ആശ്രയത്തോടെയും യോജിച്ചും പ്രവർത്തിക്കുമ്പോഴാണ് സാമൂഹിക വ്യവസ്ഥ രൂപപ്പെടുന്നത്. നമ്മൾ ശരീര വ്യവസ്ഥയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിന്റെ വ്യവസ്ഥയും അങ്ങനെ തന്നെയാണ്. എന്താണ്, സമൂഹത്തിലെ ഓരോ ഘടകങ്ങളും ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഒരു സോഷ്യൽ സിസ്റ്റം, ഒരു സാമൂഹിക വ്യവസ്ഥ ഫോം ചെയ്യുന്നത്. അങ്ങനെ സാമൂഹിക വ്യവസ്ഥ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ള വിവിധ ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. വിദ്യാഭ്യാസം, ഗതാഗതം, ആശയവിനിമയം, മാധ്യമങ്ങൾ, നിയമം, നീതിന്യായ വ്യവസ്ഥ, ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ, മത സാംസ്കാരിക സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവയൊക്കെ സമൂഹത്തിന്റെ ഓരോ ഘടകങ്ങളും പരസ്പര ആശ്രയത്തോടെയും യോജിച്ചും പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ സോഷ്യൽ സിസ്റ്റം കംപ്ലീറ്റ് ആവുന്നത്. ഇനി ഇവിടെ ഒരു വ്യക്തിയുടെ പേര് പഠിക്കാനുണ്ട്. ആരാണ്? ഹെർബർട്ട് സ്പെൻസർ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേരാണ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ഹെർബർട്ട് സ്പെൻസറിന്റെ പേര്. ഓക്കെ. അപ്പോ എന്താ ഇവിടെ പറയുന്നത്? സമൂഹത്തെ ഒരു ജീവ വ്യവസ്ഥയുമായി താരതമ്യം ചെയ്ത സമൂഹ ശാസ്ത്രജ്ഞനാണ് ഹെർബർട്ട് സ്പെൻസർ. ഹെർബർട്ട് സ്പെൻസർ എന്നുള്ള പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. സമൂഹത്തെ ഒരു ജീവ വ്യവസ്ഥയുമായി താരതമ്യം ചെയ്ത സമൂഹ ശാസ്ത്രജ്ഞനാണ് ഹെർബർട്ട് സ്പെൻസർ. മനുഷ്യ ശരീര വ്യവസ്ഥയും സാമൂഹിക വ്യവസ്ഥയും തമ്മിലുള്ള സാമ്യം അവതരിപ്പിച്ചുകൊണ്ട് സമൂഹം ഒരു സാമൂഹിക ജീവിയാണ് എന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു. അപ്പൊ ഇദ്ദേഹമാണ്, ഹെർബർട്ട് സ്പെൻസർ ആണ്, മനുഷ്യ ശരീര വ്യവസ്ഥയും സാമൂഹിക വ്യവസ്ഥയും തമ്മിലുള്ള കമ്പാരിസണിലൂടെ സമൂഹം ഒരു സാമൂഹിക ജീവിയാണ്, ഒരു സോഷ്യൽ ഓർഗാനിസം ആണ് എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത്. ഇവിടെ നമുക്കൊരു ചോദ്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. എന്താണ്? സോഷ്യൽ ഓർഗാനിസം എന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ സാമൂഹിക ജീവി എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? ഹെർബർട്ട് സ്പെൻസർ ആണ്. ആ ഒരു പോയിന്റ് പ്രത്യേകം ഓർത്ത് വെച്ചേക്കുക. പിന്നെ അതുപോലെ തന്നെ സൊസൈറ്റിയെ ഒരു ബയോളജിക്കൽ ഓർഗാനിസവുമായിട്ട് കമ്പയർ ചെയ്ത സോഷ്യോളജിസ്റ്റ് ആരാണ്? ഹെർബർട്ട് സ്പെൻസർ ആണ്. സമൂഹത്തെ ഒരു ജീവ വ്യവസ്ഥയുമായി താരതമ്യം ചെയ്ത സമൂഹ ശാസ്ത്രജ്ഞനാണ് ഹെർബർട്ട് സ്പെൻസർ. മനുഷ്യ ശരീര വ്യവസ്ഥയും സാമൂഹിക വ്യവസ്ഥയും തമ്മിലുള്ള സാമ്യം അവതരിപ്പിച്ചു. അങ്ങനെ സമൂഹം ഒരു സാമൂഹിക ജീവിയാണ് എന്ന ആശയം മുന്നോട്ട് വെച്ചു. സോഷ്യൽ ഓർഗാനിസം എന്ന കൺസെപ്റ്റ്, സാമൂഹിക ജീവി എന്ന ആശയം മുന്നോട്ട് വെച്ചു. ഇത് ഇവിടെ ഒരു 3 പോയിന്റ് ഉണ്ട്. ഈ 3 പോയിന്റും കൂടെ ചേർത്ത് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദിച്ചേക്കാം. അപ്പോൾ
ഈ ഒരു പോയിന്റ് പ്രത്യേകം ഓർത്ത് വെച്ചേക്കുക. സാമൂഹിക ജീവി എന്ന ആശയം. പിന്നെ മനുഷ്യ ശരീര വ്യവസ്ഥയും സാമൂഹിക വ്യവസ്ഥയും തമ്മിലുള്ള സാമ്യം അവതരിപ്പിച്ചു. സമൂഹത്തെ ഒരു ജീവവ്യവസ്ഥയുമായി താരതമ്യം ചെയ്ത സമൂഹ ശാസ്ത്രജ്ഞനാണ് ഹെർബർട്ട് സ്പെൻസർ. ഓക്കെ ആണേ. ഇനി അടുത്തൊരു പോയിന്റിലേക്ക് വരാം. മനുഷ്യശരീരത്തിൽ അവയവങ്ങൾ പരസ്പര ബന്ധിതവും പൂരകവുമായി പ്രവർത്തിക്കുന്നു. അതുപോലെ സമൂഹത്തിന്റെ വിവിധ ഘടകങ്ങളായിട്ടുള്ള കുടുംബം, വിദ്യാഭ്യാസം, സാമ്പത്തികം, മതം, സർക്കാർ തുടങ്ങിയ സാമൂഹിക സ്ഥാപനങ്ങളെല്ലാം സമൂഹത്തിന്റെ സ്ഥിരതയും വളർച്ചയും ക്രമവും നിലനിർത്താനൊക്കെ ആയിട്ട് പരസ്പര പൂരകമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലെ. ഇനി തന്നിരിക്കുന്നത് എന്താണ്? വിദ്യാലയവുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അവിടെ നമുക്ക് ആവശ്യമുള്ള പോയിന്റുകളൊന്നും ഇല്ല. അതായത് വിദ്യാലയത്തിന്റെ വിവിധ ഘടകങ്ങൾ എന്തൊക്കെയാണ്, അവർ ചെയ്യുന്ന ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, അത് പരസ്പര ബന്ധവും പൂരിതവുമാണോ, എല്ലാം ഏകോപിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ എന്താ കാര്യങ്ങൾ സംഭവിക്കുമെന്നുള്ളതാണ്. ഒരു ഏകോപനം എന്നുള്ളത് ഏതൊരു സാമൂഹിക ഘടനയും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടുന്ന ഒരു പ്രത്യേക ഘടകം തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഓരോ സാമൂഹിക സ്ഥാപനങ്ങൾക്കും വിവിധ ഘടകങ്ങളും അവയുടേതായിട്ടുള്ള ധർമ്മങ്ങളും ഉണ്ട്. അവ പരസ്പര ബന്ധിതവും പൂരകവുമായിരിക്കും എന്നുള്ളതാണ് ഈ മുകളിൽ തന്നിട്ടുള്ള ഇമേജിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പോയിന്റ്. ഓരോ സാമൂഹിക സ്ഥാപനങ്ങൾക്കും വിവിധ ഘടകങ്ങളുണ്ട്. ഇപ്പോൾ സ്കൂൾ എന്ന് പറയുന്ന ഒരു സാമൂഹിക സ്ഥാപനം, ആ സാമൂഹിക സ്ഥാപനത്തിൽ വിവിധ ഘടകങ്ങളുണ്ട്. അധ്യാപകരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, ഈവൻ ആയടക്കം അവിടുത്തെ ഒരു ഘടകം തന്നെയാണ് അല്ലെ. അപ്പൊ ആ ഒരു സ്കൂളിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവിടുത്തെ എന്താണ് പിയൂൺ മുതൽ അധ്യാപകർ മുതൽ വിദ്യാർത്ഥികൾ മുതൽ അതിന്റെ അധികാരികൾ മുതൽ സർക്കാരിന് വരെ എന്തുണ്ട്, ഒരു റോളുണ്ട്. അപ്പൊ എല്ലാം പരസ്പര ബന്ധിതമായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമാണ് ആ ഒരു സ്കൂളിനെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ ഓരോ സാമൂഹിക സ്ഥാപനങ്ങൾക്കും വിവിധ ഘടകങ്ങളും അവയുടേതായിട്ടുള്ള ധർമ്മങ്ങളും ഉണ്ട്. അവ പരസ്പര ബന്ധിതവും പൂരകവുമായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ഭാഗത്ത് മനുഷ്യൻ സാമൂഹിക ജീവികളാണല്ലോ. മിഥുൻ എന്ന വ്യക്തിയുടെ ഒരു ദിവസം നമുക്ക് നിരീക്ഷിക്കാം. ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ, ഡേ ഇൻ മിഥുൻസ് ലൈഫ്. ഓക്കെ, അപ്പൊ നോക്കാം. അച്ഛന്റെ വിളി കേട്ടാണ് മിഥുൻ രാവിലെ ഉണരാറുള്ളത്. ഉദ്യോഗസ്ഥനായ മിഥുൻ സർക്കാരിന്റെ പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ചാണ് ജോലിക്ക് പോകാറുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അച്ഛന്റെ വിളി കേട്ടാണ് മിഥുൻ രാവിലെ ഉണരാറുള്ളത് എന്ന് പറയുമ്പോൾ ഫാമിലിയെ കുറിച്ചാണ് പറയുന്നത്. ഉദ്യോഗസ്ഥനായ മിഥുൻ സർക്കാരിന്റെ പൊതുഗതാഗത സംവിധാനം എന്ന് പറയുമ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ആണ് ഉദ്ദേശിക്കുന്നത്. ഉച്ചഭക്ഷണ സമയത്ത് ആനുകാലിക രാഷ്ട്രീയ വിഷയങ്ങളെ കുറിച്ചും തെരഞ്ഞെടുപ്പുകളെ കുറിച്ചുമെല്ലാം സഹപ്രവർത്തകരുമായിട്ട് ചർച്ച ചെയ്യാറുണ്ട്. പൊളിറ്റിക്സ് ആണ് അല്ലെ. സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിനായി ഓഫീസിനടുത്തുള്ള ബാങ്കിൽ പോകാറുണ്ട്. അപ്പോൾ ഒരു ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് പറയുന്നത്, ബാങ്കിനെ കുറിച്ചാണ് പറയുന്നത്. നാട്ടിലെ ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും മറ്റു വിനോദ പരിപാടികളിലും മിഥുൻ പങ്കെടുക്കാറുണ്ട്. അപ്പൊ എന്താണ്? റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. സ്കൂൾ തലം മുതലുള്ള സഹപാഠികളുമായിട്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെ സൗഹൃദം നിലനിർത്താൻ സമയം കണ്ടെത്താറുണ്ട്. സോഷ്യൽ മീഡിയ. തന്റെ തുടർ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി രാത്രികാല ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കാറുണ്ട്. അപ്പൊ എഡ്യൂക്കേഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അല്ലെ. അപ്പോ മിഥുന്റെ ജീവിതത്തിൽ എന്താണ്, അവനുമായി ഇന്ററാക്ട് ചെയ്യുന്ന സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത്. ഓക്കെ, ഇനി ഇതാ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. മിഥുന്റെ ലൈഫിൽ മിഥുനുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന സാമൂഹിക സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് തന്നെ ഫാമിലിയാണ്, പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, ബാങ്ക് ഉണ്ട്, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, സോഷ്യൽ മീഡിയാസ് ഉണ്ട്, കൂടാതെ തന്നെ എഡ്യൂക്കേഷനും ഉണ്ട് അല്ലെ. അപ്പൊ ഇതെല്ലാം എന്താണ്? മിഥുന്റെ ജീവിതത്തിൽ മിഥുനുമായി ഇന്ററാക്ഷൻ വരുന്ന ഘടകങ്ങളാണ്. ഇനി നോക്കിയേ, സാമൂഹിക നിലനിൽപ്പിനായിട്ട് പരസ്പര പൂരകമായി പ്രവർത്തിക്കുന്ന വിവിധ സാമൂഹിക സ്ഥാപനങ്ങൾ ചേർന്നതാണ് സൊസൈറ്റി. അപ്പൊ സൊസൈറ്റി എന്നാൽ എന്താണ് എന്ന് ചോദിച്ചാൽ, സൊസൈറ്റിയിൽ എന്തുണ്ട്? പരസ്പര പൂരകമായി പ്രവർത്തിക്കുന്ന വിവിധ സാമൂഹിക സ്ഥാപനങ്ങൾ ചേർന്നതാണ് എന്ത്? ഒരു സമൂഹം എന്ന് പറയുന്നത്. ഇനി സമൂഹത്തിലെ വ്യക്തികളുടെയും സംഘങ്ങളുടെയും പെരുമാറ്റത്തെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് സാമൂഹിക സ്ഥാപനങ്ങളാണ്. വിവിധ സാമൂഹിക സ്ഥാപനങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് സമൂഹത്തിലെ ബന്ധങ്ങൾക്കും ഇടപെടലുകൾക്കും ക്രമമുണ്ടാക്കുന്ന വ്യവസ്ഥയാണ് സാമൂഹിക വ്യവസ്ഥ അല്ലെങ്കിൽ സോഷ്യൽ സിസ്റ്റം. ഓക്കെ, അപ്പൊ വിവിധ സാമൂഹിക സ്ഥാപനങ്ങളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുകയും സമൂഹത്തിലെ ബന്ധങ്ങൾക്കും ഇടപെടലുകൾക്കും ഒരു ക്രമം ഉണ്ടാക്കുന്ന വ്യവസ്ഥയാണ് എന്ത്? സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ററാക്ഷൻസ് ആണ്, വേരിയസ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും തമ്മിലുള്ള ഇന്ററാക്ഷൻസും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന, അവർ ഒരു ഓർഡർ അല്ലെ, സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യവസ്ഥയാണ് സാമൂഹിക വ്യവസ്ഥ അല്ലെങ്കിൽ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. സാമൂഹിക പാരസ്പര്യങ്ങളുടെ ചിട്ടയായ ക്രമീകരണമായി സാമൂഹിക വ്യവസ്ഥയെ കാണാവുന്നതാണ്. പ്രത്യേകിച്ച് ഇവിടെ ഒന്നുമില്ല. നമ്മൾ എന്താ പഠിച്ചത്? സൊസൈറ്റി എന്താന്ന് പഠിച്ചു, സോഷ്യൽ സിസ്റ്റം എന്താന്ന് പഠിച്ചു. സൊസൈറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഡിഫറെന്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്
എന്താണ് പരസ്പര പൂരകമായി വർക്ക് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, സൊസൈറ്റി എന്ന് പറയുന്നത്. സോഷ്യൽ സിസ്റ്റം എന്ന് പറയുമ്പോഴോ ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിലുള്ള ഇന്ററാക്ഷൻസും അവർ തമ്മിലുള്ള റിലേഷൻസ് ഒക്കെ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാനും അവരുടെ ഇന്ററാക്ഷൻസും ഒരു സോഷ്യൽ ഓർഡറിലൂടെ കൊണ്ടുവരുന്നതിനെയാണ് സാമൂഹിക വ്യവസ്ഥ അല്ലെങ്കിൽ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം എന്താണെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ ഇന്ത്യൻ സമൂഹ ശാസ്ത്രത്തിന്റെ തുടക്കക്കാരിൽ പ്രധാനിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് GS ഗുരിയെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വീക്ഷണമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇന്ത്യൻ സമൂഹ ശാസ്ത്രത്തിന്റെ തുടക്കക്കാരിൽ പ്രധാനിയായ GS ഗുരിയുടെ വീക്ഷണം എന്താണ് നോക്കൂ. ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥ അടയാളപ്പെടുത്തിയിരിക്കുന്നത് വൈവിധ്യത്തിന്റെയും തുടർച്ചയുടെയും സവിശേഷ സമ്മിശ്രണത്താലാണ്. അതിന്റെ കേന്ദ്ര സവിശേഷതയാണ് എന്ത്, ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ GS ഗുരിയ ഹൈലൈറ്റ് ചെയ്യുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കണം. ഓക്കെ, ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥ അടയാളപ്പെടുത്തിയിരിക്കുന്നത് വൈവിധ്യത്തിന്റെയും തുടർച്ചയുടെയും ഡൈവേഴ്സിറ്റിയുടെയും കണ്ടിന്യൂറ്റിയുടെയും സവിശേഷ സമ്മിശ്രണത്താലാണ്. അതിന്റെ കേന്ദ്ര സവിശേഷതയാണ് കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥ. ഇന്ത്യയുടെ സാമൂഹിക വ്യവസ്ഥ പ്രാദേശികവും ഭാഷാപരവും മതപരവുമായ ബഹുസ്വരതയാൽ സമ്പന്നമാണ്. ഓക്കെ, അപ്പൊ പ്ലൂരാലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ജാതി വ്യവസ്ഥ, സാമൂഹിക വ്യവസ്ഥ പ്രാദേശികവും ഭാഷാപരവും മതപരവുമായ ബഹുസ്വരതയാൽ സമ്പന്നമാണ്. ഇത് ഇന്ത്യൻ സമൂഹത്തെ നിർവചിക്കുന്ന എന്താണ്, സാംസ്കാരിക സവിശേഷതയാണ്, കൾച്ചറൽ ഫീച്ചേഴ്സ് ആണ്. അപ്പൊ ആരാ ഇതൊക്കെ പറഞ്ഞത്, GS ഗുരിയയുടെ കാസ്റ്റ് ആൻഡ് റേസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള വരികളാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പൊ GS ഗുരിയയുടെ വീക്ഷണമാണ് പറയുന്നത്. ഇന്ത്യൻ സമൂഹ ശാസ്ത്രത്തിൽ തുടക്കക്കാരനിൽ പ്രധാനിയായിട്ടുള്ള GS ഗുരിയയുടെ ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെ കുറിച്ചുള്ള വീക്ഷണമാണ് പറയുന്നത്. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ എന്തൊക്കെയാണ്, വൈവിധ്യവും തുടർച്ചയും, എന്താണ്, ഡൈവേഴ്സിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി. പിന്നെ പറയുന്നതിനെ കുറിച്ചാണ് ജാതി വ്യവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ത്യയുടെ സാമൂഹിക വ്യവസ്ഥ പ്രാദേശികവും ഭാഷാപരവും മതപരവുമായിട്ടുള്ള ബഹുസ്വരതയാൽ, എന്ന് വെച്ചാൽ ഇവിടെ പ്ലൂരാലിറ്റിയാണ് കാണിക്കുന്നത്. പ്രാദേശികമുണ്ട്, ഭാഷാപരമുണ്ട്, മതപരമായിട്ടുള്ള കാര്യങ്ങളാൽ സമ്പന്നമാണ്. ഇന്ത്യൻ സമൂഹത്തെ നിർവചിക്കുന്ന സാംസ്കാരിക സവിശേഷതയാണ് ഈ പറഞ്ഞത്, കൾച്ചറൽ ഫീച്ചർ ആണ് ഈ പറഞ്ഞത്. അപ്പൊ GS ഗുരിയയുടെ വീക്ഷണം ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. ഈ പറഞ്ഞ പോയിന്റുകൾ, വേർഡ്സ് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. എന്തൊക്കെ, വൈവിധ്യത്തിന്റെയും തുടർച്ചയുടെയും എന്ന് പറയുമ്പോൾ എന്താണ്, ഡൈവേഴ്സിറ്റി, കണ്ടിന്യൂറ്റി, ജാതി വ്യവസ്ഥ, കാസ്റ്റ് സിസ്റ്റം, പിന്നെ ഈ പറഞ്ഞിട്ടുള്ള പ്ലൂരാലിറ്റി ബഹുസ്വരത, അതാണ് കേട്ടോ പ്ലൂരാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സാംസ്കാരിക സവിശേഷത, കൾച്ചറൽ ഫീച്ചേഴ്സ്. ഈ പറഞ്ഞ വാക്കുകൾ മാത്രം ഓർത്ത് വെച്ചാൽ മതി. GS ഗുരിയ കാസ്റ്റ് ആൻഡ് റേസ് ഇൻ ഇന്ത്യ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെയാണ് ഈ ഒരു വീക്ഷണം മുന്നോട്ട് വെച്ചത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ സവിശേഷതകൾ നമ്മൾ പഠിച്ചു. പിന്നെ അടുത്തത്, ചരിത്രപരവും സാംസ്കാരികവും മതപരവുമായ സ്വാധീനത്താൽ രൂപപ്പെട്ട സങ്കീർണമായ ഒരു ഘടനയാണ് ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയ്ക്ക് ഉള്ളത്. വിവിധ ജാതികളും മതങ്ങളും ഭാഷകളും ഗോത്രങ്ങളും സംസ്കാരങ്ങളുമെല്ലാം പിന്തുടരുന്ന ജനങ്ങൾ അധിവസിക്കുന്ന വൈവിധ്യങ്ങളുടെ നാടാണ് ഇന്ത്യ. ഈ വൈവിധ്യം സവിശേഷമായ ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി സാമൂഹികമായി പരിണമിച്ച് രൂപപ്പെട്ടതാണ് ഇന്ത്യയുടെ സാമൂഹിക വ്യവസ്ഥ. അത് രാജ്യത്തിന്റെ ചരിത്രം, മൂല്യങ്ങൾ, പാരമ്പര്യങ്ങൾ എന്നിവ പ്രതിഫലിപ്പിക്കുന്നു. ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയുടെ ചില സവിശേഷ ഘടകങ്ങളാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയുടെ സവിശേഷ ഘടകങ്ങൾ ഏതൊക്കെ? 5ഓളം പോയിന്റ്സ് ഉണ്ട്, നോക്കിയേ. ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയുടെ വിവിധ ഘടകങ്ങൾ, ഇതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയുടെ ഘടകങ്ങളിൽ പെടാത്തതേത് എന്നൊക്കെ നമ്മളോട് ചോദിക്കാം. അപ്പൊ ഫസ്റ്റ് വൺ, മതം, ഭാഷ, ഗോത്ര ഗ്രാമ നഗര സമൂഹങ്ങൾ, ജാതി വ്യവസ്ഥ. 4 പോയിന്റുകൾ ഉണ്ട്. ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയുടെ വിവിധ ഘടകങ്ങളായി കൺസിഡർ ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് ആണ്. ഭാഷ, മതം, ജാതി വ്യവസ്ഥ, ഗോത്ര ഗ്രാമ നഗര സമൂഹങ്ങളുമാണ് കൺസിഡർ ചെയ്യുന്ന 4 ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പൊ മാറി പോകണ്ട, പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിന്റെ വേരിയസ് ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? മതം, ഭാഷ, ഗോത്ര ഗ്രാമ നഗര സമൂഹങ്ങള്, പിന്നെ അതുപോലെ ജാതി വ്യവസ്ഥയുമാണ്. ഇനി ഇതിനെക്കുറിച്ച് ഓരോന്നിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് പോവാണ്. ആദ്യം തന്നെ ജാതി വ്യവസ്ഥയെ കുറിച്ചാണ് നോക്കാനായിട്ട് പോകുന്നത്. ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് MN ശ്രീനിവാസ് ആണ് എന്താണ്
നമ്മുടെ ഈ കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ചൊക്കെ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സമൂഹ ശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹം. ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയിൽ ജാതി വ്യവസ്ഥയെക്കുറിച്ച് ഉൾക്കാഴ്ച നൽകുന്ന നിരവധി പഠനങ്ങൾ നടത്തിയ ഇന്ത്യൻ സമൂഹ ശാസ്ത്രജ്ഞനാണ് MN ശ്രീനിവാസ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വ്യൂ പോയിന്റ് ആണ് നമ്മളോട് വായിക്കാനായിട്ട് പോകുന്നത്. ഇന്ത്യൻ സാമൂഹിക ജീവിതത്തിലെ ഏറ്റവും സവിശേഷമായ സ്ഥാപനമാണ് ജാതി. ഇത് കേവലം സാമൂഹിക ശ്രേണീകരണ സംവിധാനം മാത്രമല്ല, മറിച്ച് മതപരവും സാംസ്കാരികവുമായ പാരമ്പര്യങ്ങളിൽ ആഴത്തിൽ ഉൾച്ചേർന്ന ജീവിത രീതി കൂടിയാണ്. ഇതൊന്നും ഇങ്ങനെ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചില്ലെങ്കിലും ഇന്ത്യൻ സമൂഹ ശാസ്ത്രജ്ഞൻ ആയിട്ടുള്ള MN ശ്രീനിവാസിന്റെ ജാതി വ്യവസ്ഥയെക്കുറിച്ചുള്ള ഇൻസൈറ്റ് അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ തോട്ട് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ വാക്കുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഇത് അതുപോലെ തന്നെ പഠിക്കുകയൊന്നും വേണ്ട. ഇന്ത്യൻ സാമൂഹിക ജീവിതത്തിലെ ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒരു കാര്യമാണ് ജാതി. MN ശ്രീനിവാസിന്റെ ഫസ്റ്റ് പോയിന്റ് ഇതാണ്. ഏറ്റവും സവിശേഷമായിട്ടുള്ള സ്ഥാപനമാണ് ജാതി എന്ന് പറയുന്നത്. പിന്നെ ഇത് എന്ന് പറയുന്നത് എന്താണ്, ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അല്ല, അല്ലെങ്കിൽ സോഷ്യൽ ശ്രേണീകരണമല്ല, പകരം എന്താണ്, മതപരവും സാംസ്കാരികവുമായിട്ടുള്ള പാരമ്പര്യങ്ങളിൽ ആഴത്തിൽ ഉൾച്ചേർന്ന ജീവിത രീതിയാണ് എന്ന് ചോദിക്കുമ്പോൾ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ആണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇതൊക്കെ NCERTയിലെ പോയിന്റുകൾ ആയതുകൊണ്ട് എങ്ങനെ ചോദ്യം വരുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്യുക, എന്താണ് സമൂഹത്തിലെ ആളുകൾ എന്താ ചെയ്യുന്നത്, ജാതിയുടെ ബേസിസിൽ ഒരു ശ്രേണീകരണ സംവിധാനം ഉണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹം മനസ്സിലാക്കുന്നത്. സാമൂഹിക ശ്രേണീകരണ സംവിധാനം മാത്രമല്ല, മറിച്ച് മതപരവും സാംസ്കാരികവുമായ പാരമ്പര്യത്തിൽ ആഴത്തിൽ ഉൾച്ചേർന്ന ജീവിത രീതിയാണ് എന്നാണ് MN ശ്രീനിവാസിന്റെ ഒരു ജാതിയെക്കുറിച്ചുള്ള തോട്ട്. ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയിൽ ജാതി വ്യവസ്ഥയെക്കുറിച്ച് ഉൾക്കാഴ്ച നൽകുന്ന നിരവധി പഠനങ്ങൾ നടത്തിയ ഇന്ത്യൻ സമൂഹ ശാസ്ത്രജ്ഞനാണ് MN ശ്രീനിവാസ്. ഇന്ത്യൻ സമൂഹത്തിന്റെ തനത് പ്രത്യേകതയായ ജാതി വ്യവസ്ഥയിൽ ജനങ്ങളെ ജാതിയുടെ അടിസ്ഥാനത്തിൽ വിവിധ തട്ടുകളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെ? സൊസൈറ്റിയിലെ ആളുകളെ എന്താണ് വേരിയസ് ലെയേഴ്സ് ആയിട്ട്, എന്തിന്റെ കാസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഡിഫറെന്റ് ലെയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, റാങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനിയോ ഇത് കണ്ടോ, ഹിന്ദു മതവുമായി ആഴത്തിൽ ഇഴചേർന്നതാണ് ജാതി വ്യവസ്ഥ. ജനനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തിയുടെ ജാതി നിശ്ചയിക്കപ്പെടുന്നത്. അതായത് ഒരു ജാതിയിൽ ജനിച്ച വ്യക്തിക്ക് മറ്റൊരു ജാതിയിലേക്ക് മാറാൻ സാധിക്കില്ല. ഇന്ത്യയിൽ ധാരാളം ജാതികളും ഉപജാതികളും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താ, ഇന്ത്യൻ സമൂഹത്തിൽ തനത് പ്രത്യേകതയായ ജാതി വ്യവസ്ഥ. അപ്പൊ ഇന്ത്യൻ സമൂഹത്തിന്റെ തനത് പ്രത്യേകതയായിരുന്നു ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്. ആ ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വിവിധ റാങ്കുകളിലായി ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഈ ജാതി വ്യവസ്ഥ ഒക്കെ ഉൾച്ചേർന്നത് ഹിന്ദു മതവുമായി റിലേറ്റഡ് ആയിട്ടായിരുന്നു. ജനനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തിയുടെ ജാതി നിശ്ചയിക്കുന്നത്. പിന്നെ ഒരു ജാതിയിൽ ജനിച്ച വ്യക്തിക്ക് മറ്റൊരു ജാതിയിലേക്ക് മാറാൻ സാധിക്കില്ല. കൂടാതെ ഇന്ത്യയിൽ എന്തുണ്ട്, ധാരാളം ജാതികളും ഉപജാതികളും ഒക്കെ ഉണ്ട്. ഇനി അടുത്തൊരു ഭാഗം ഒരു ഗ്രാമത്തിന്റെ കഥ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, ഒന്ന് വായിക്കാം. ജാതി വ്യവസ്ഥ നിലനിർത്തിയുള്ള ജീവിതമായിരുന്നു ബാലു താമസിച്ചിരുന്ന ഗ്രാമത്തിൽ. അവിടെ വർണ്ണങ്ങളുടെയും ജാതികളുടെയും അടിസ്ഥാനത്തിൽ ജനങ്ങളെ വിവിധ തട്ടുകളായി തിരിച്ചിരുന്നു. ബ്രാഹ്മണർ പുരോഹിതരായും, ക്ഷത്രിയർ യോദ്ധാക്കളായും, വൈശ്യർ വ്യാപാരികളായും, ശൂദ്രർ ഉയർന്ന വിഭാഗങ്ങളെ സേവിക്കുന്നവരായും പരിഗണിക്കപ്പെട്ടു. ഈ 4 വിഭാഗങ്ങൾക്കും പുറമേയുള്ളവർ പഞ്ചമർ അല്ലെങ്കിൽ പുറം ജാതിക്കാർ എന്നറിയപ്പെട്ടു. തീർത്തും അരികുവൽക്കരിക്കപ്പെട്ട ഈ വിഭാഗം ഗ്രാമത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലാണ് താമസിച്ചിരുന്നത്. ജാതി വ്യവസ്ഥ കർശനമായി നിലനിന്നിരുന്ന ഒരു ഗ്രാമത്തിൽ ഓരോ ജാതിക്കാർക്കും പാരമ്പര്യ തൊഴിലുകൾ ഉണ്ടായിരുന്നു. മറ്റു തൊഴിലുകൾ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം വ്യക്തികൾക്ക് അനുവദിച്ചിരുന്നില്ല. അതിനാൽ ഗ്രാമത്തിലെ ശൂദ്രജാതിയിൽപ്പെട്ട ബാലുവിന് അക്കാലത്ത് ഒരു വ്യാപാരിയാകാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് വയലിൽ പണിയെടുക്കേണ്ടി വന്നു. കർശനമായ ജാതി നിയമങ്ങൾ അവിടെ നിലനിന്നിരുന്നു. ഓരോ ജാതിക്കും തലമുറകളാൽ കൈമാറ്റം ചെയ്യപ്പെട്ട പ്രത്യേകമായിട്ടുള്ള ആചാര രീതികളും നിശ്ചയിക്കപ്പെട്ടിരുന്നു. ഒരു വ്യക്തിക്ക് തന്റെ ജാതിയിൽ നിന്ന് മാത്രമേ വിവാഹം ചെയ്യാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. ഇവ പാരമ്പര്യങ്ങളെ നിലനിർത്തി. സമൂഹത്തിലെ ഓരോ ജാതി വിഭാഗങ്ങളെയും പരസ്പരം അകറ്റി നിർത്തിയിരുന്നു. അവിടെ അസമത്വങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. ശ്രേണിയിൽ ഏറ്റവും താഴത്തെ തട്ടിലായി പരിഗണിക്കപ്പെട്ടവർക്ക് ഗ്രാമത്തിലെ പൊതുവഴി ഉപയോഗിക്കാനോ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാനോ അനുവാദമുണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് വിദ്യാഭ്യാസത്തിന്റെയും സാമൂഹിക ചലനാത്മകതയുടെയും പശ്ചാത്തലത്തിൽ സമത്വത്തിനായി നിരവധി പോരാട്ടങ്ങൾ ആരംഭിക്കുകയും ജാതി നിയമങ്ങളിൽ അയവുണ്ടാവുകയും ചെയ്തു. കാലക്രമേണ ഗ്രാമവാസികൾക്കെല്ലാം തുല്യനീതിയും പദവിയും ഉറപ്പുവരുത്തുന്ന ഒരു സമൂഹമായി ആ ഗ്രാമം മാറി. അതായത് നമ്മൾ കുറെ കാര്യങ്ങൾ, അല്ലെ,
ജാതി വ്യവസ്ഥയുടെ പേരിൽ ജനങ്ങൾ അനുഭവിക്കപ്പെട്ടിരുന്ന കുറെ കാര്യങ്ങളെ കുറിച്ച് ഹിസ്റ്ററിയിൽ പഠിക്കുന്നുണ്ട്. അതിനെതിരെ ചാന്നാർ ലഹള, കല്ലുമാല സമരം പോലെയുള്ള കാര്യങ്ങളൊക്കെ നടന്നതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ബാലു എന്ന കുട്ടിയുടെ ഒരു ഗ്രാമത്തില് നിലനിന്ന് പോന്നിരുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോ വായിച്ചത്. അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു? സോഷ്യൽ ഹൈറാർക്കിയുടെ കാര്യം പറഞ്ഞു അല്ലെ. ബ്രാഹ്മണർ പുരോഹിതരും, ക്ഷത്രിയർ യോദ്ധാക്കളും, വൈശ്യർ വ്യാപാരികളും, ശൂദ്രർ ഉയർന്ന വിഭാഗങ്ങളെ സേവിക്കുന്നവരുമായി പരിഗണിക്കപ്പെട്ടു. അപ്പൊ ഒരു സോഷ്യൽ ഹൈറാർക്കി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെന്താണ്? ഡിവിഷൻ ഓഫ് ലേബർ ആണ് അടുത്തൊരു പോയിന്റ്. ജാതി വ്യവസ്ഥ കർശനമായി ഫോളോ ചെയ്തു വന്നിരുന്ന അവിടെ എന്താണ്? ഒരു പാരമ്പര്യ തൊഴിലുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ ജാതികളുടെ അടിസ്ഥാനത്തിൽ ആ തൊഴിലുകളെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ പിന്നെ മറ്റൊരു പോയിന്റ് വരുന്നത് സോഷ്യൽ കൺട്രോളും ഓർഡറുമാണ്. അതായത് ഒരു ജാതിയിൽപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് എന്താണ്? സ്ട്രിക്ട്ലി അവിടുത്തെ നോംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്തിരിക്കണം. അത് മാത്രമല്ല പിന്നെന്താണ്? മാരേജിന്റെ കാര്യം പറയുന്നുണ്ട്. റെസ്ട്രിക്ഷൻ ഓഫ് മാരേജ് കാസ്റ്റ് സിസ്റ്റത്തിലുള്ള ഒരു കാര്യമാണ്. ആ കാസ്റ്റിലുള്ള ആളുകൾ ആ കാസ്റ്റിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കാനായിട്ട് പാടുള്ളൂ. പിന്നെ അതുപോലെ ഇനീക്വാലിറ്റിയും അരികുവൽക്കരണം, മാർജിനലൈസേഷനും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്ന ഒരു സമൂഹത്തിന്റെ കഥയാണ് നമ്മളിപ്പോ വായിച്ചത് അല്ലെ. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴും പല ഭാഗങ്ങളിലും അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് എന്താണ്? കീഴ്ജാതി എന്നും മേൽജാതി എന്നും അതുപോലെ ആൺകുട്ടികൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു കൺസിഡറേഷൻ, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം പോലും ലഭിക്കാത്തൊരവസ്ഥ, അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ വായിച്ചിട്ടുള്ള ബാലുവിന്റെ കഥയിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ പോയിന്റുകളുടെ ഡീറ്റെയിൽസിലേക്ക് വരികയാണ്. ഫസ്റ്റ്, സോഷ്യൽ ഹൈറാർക്കി അല്ലെങ്കിൽ സാമൂഹിക ശ്രേണീകരണം. ഇന്ത്യയിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയുടെ പ്രധാന സവിശേഷതകളാണ് സാമൂഹിക ശ്രേണീകരണം അല്ലെങ്കിൽ സോഷ്യൽ ഹൈറാർക്കി. നമ്മൾ പറഞ്ഞു ജാതിയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിലെ അംഗങ്ങളെ പല തട്ടുകളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പൊ ഈ സോഷ്യൽ ഹൈറാർക്കി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സമൂഹത്തിലെ സ്റ്റാറ്റസ്, അവന്റെ പങ്ക്, അവന്റെ ഉത്തരവാദിത്തങ്ങൾ എന്നിവയൊക്കെ നിശ്ചയിച്ചിരുന്നു. പുരാതന ഇന്ത്യയിൽ ഉയർന്ന തട്ടിലുള്ള ജാതികൾ എന്ന് കണക്കാക്കപ്പെട്ടിരുന്നവർക്ക് സമൂഹത്തിൽ ഉയർന്ന പദവികളൊക്കെ തന്നെ ലഭിച്ചിരുന്നു. എന്നാൽ ഏറ്റവും താഴ്ത്ത തട്ടിലാക്കപ്പെട്ടവർക്ക് യാതൊരു പദവികളും അവകാശങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. സോഷ്യൽ ഹൈറാർക്കിയാണ് നമ്മൾ പറഞ്ഞത്. അടുത്തത് ഡിവിഷൻ ഓഫ് ലേബർ, തൊഴിൽ വിഭജനം. നോക്കിയേ, ഓരോ ജാതിക്കും കുലത്തൊഴിലുകൾ നിശ്ചയിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു. ബ്രാഹ്മണർക്ക് പൗരോഹിത്യവും, ക്ഷത്രിയർക്ക് രാജ്യ സംരക്ഷണവും, വൈശ്യർക്ക് വ്യാപാരവും അനുവദിക്കപ്പെട്ടപ്പോൾ ശൂദ്രരാവട്ടെ മറ്റുയർന്ന വിഭാഗങ്ങളെ സേവിക്കുന്നവരായി മാറുകയാണ് ചെയ്തത്. അപ്പൊ ഒരു വ്യക്തിക്ക് സ്വന്തം കുലത്തൊഴിലല്ലാതെ മറ്റൊരു തൊഴിൽ തിരഞ്ഞെടുക്കാനുള്ള അനുവാദം ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അത് സോഷ്യൽ മൊബിലിറ്റി തീരെ ഇല്ലാത്ത ഒരു സമൂഹത്തെ നിലനിർത്തി പോരുകയാണ് ചെയ്തത്. അപ്പൊ എന്താണ് സോഷ്യൽ മൊബിലിറ്റി അല്ലെങ്കിൽ സാമൂഹിക ചലനാത്മകത എന്നാൽ? സാമൂഹിക ചലനാത്മകത എന്നത് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ വ്യക്തികളുടെയോ ഒരു സാമൂഹിക പദവിയിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള ചലനം, മാറ്റം, അതിനെയാണ് എന്ത് പറയുന്നത്? സാമൂഹിക ചലനാത്മകത, സോഷ്യൽ മൊബിലിറ്റി. ഇപ്പൊ ജോലി സംബന്ധമായിട്ട് ഒരു വ്യക്തി ഇപ്പൊ പാരമ്പര്യമായിട്ട് നിലനിന്ന് പോരുന്ന തൊഴിൽ മാത്രം ചെയ്യാൻ അനുവദിക്കപ്പെട്ട വ്യക്തിക്ക് മറ്റൊരു ആഗ്രഹമുണ്ട് ഇന്ന ജോലി ചെയ്യണമെന്ന്. പക്ഷെ അവനതിനുള്ള അവകാശമില്ല. അപ്പൊ എന്താണ് അവിടെ? സോഷ്യൽ ചലനാത്മകത, സോഷ്യൽ മൊബിലിറ്റി അവിടെ ഇല്ല എന്ന് നമുക്ക് പറയാം. സാമൂഹിക ചലനാത്മകത അവിടെ ഇല്ല. എന്നാൽ ജോലി സംബന്ധമായി പ്രൊമോഷൻ കിട്ടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തുണ്ട്? സോഷ്യൽ മൊബിലിറ്റി ഉണ്ട്. സാമൂഹിക ചലനാത്മകതയ്ക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് ജോലി സംബന്ധമായി ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സ്ഥാനക്കയറ്റം എന്നുള്ളത്. ഇപ്പൊ സോഷ്യൽ മൊബിലിറ്റി എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത പോയിന്റ്, സാമൂഹിക നിയന്ത്രണവും ക്രമവും, സോഷ്യൽ കൺട്രോൾ ആൻഡ് ഓർഡർ. നോക്കൂ, പുരാതന ഇന്ത്യയിൽ ജാതി വ്യവസ്ഥ സാമൂഹിക നിയന്ത്രണത്തിനുള്ള ഒരു സംവിധാനമായി പ്രവർത്തിച്ചിരുന്നു. ഓരോ ജാതിയിലെയും അംഗങ്ങൾ തങ്ങളുടെ ജാതി അടിസ്ഥാനമാക്കിയിട്ടുള്ള വഴക്കങ്ങളും കടമകളും നിർബന്ധപൂർവം നിർവഹിക്കേണ്ടി വന്നു. ജാതി സമ്പ്രദായത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ശുദ്ധി അശുദ്ധി എന്ന ധാരണ. ഇത് ജാതി വ്യത്യാസങ്ങൾ കർശനമായി നിലനിർത്തുന്നതിന് കാരണമായി. താഴ്ന്ന ജാതി എന്ന് കണക്കാക്കപ്പെട്ടവർക്ക് ഉയർന്ന ജാതിയായി കണക്കാക്കപ്പെട്ടവരിൽ നിന്ന് നിശ്ചിത സാമൂഹിക അകലം പാലിക്കണമായിരുന്നു. ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് ഈ മുന്തിയ ജാതിയിലുള്ള ആളുകൾ വരുമ്പോൾ അതുവഴി വഴി നടക്കാനുള്ള അവകാശമോ അല്ലെ അവരെ കാണുമ്പോൾ അവരെ അങ്ങനെ കാണാനോ അങ്ങനെ ഒന്നും പാടില്ല അല്ലെ. പിന്നെ അതുപോലെ തൊട്ടുകൂടായ്മ എന്ന അനാചാരം നിലനിന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഉണ്ട്. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനൊന്നും അവകാശമുണ്ടായിരുന്നില്ല. പൗര അവകാശ സംരക്ഷണ നിയമം 1955 പ്രകാരം ഇന്ത്യയിൽ തൊട്ടുകൂടായ്മ എന്ന സാമൂഹിക തിന്മ പ്രവർത്തിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. PYQ ആണ് കേട്ടോ. അപ്പൊ നോക്കിയേ, തൊട്ടുകൂടായ്മ പൗരാവകാശ സംരക്ഷണ നിയമം 1955, പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട്. അപ്പൊ തൊട്ടുകൂടായ്മ പ്രവർത്തിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും തടയാൻ വേണ്ടി 1955 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമമാണ് പൗരാവകാശ സംരക്ഷണ നിയമം. 1955 പാസാക്കുമ്പോൾ തൊട്ടുകൂടായ്മ നിയമം 1955 അൺടച്ചബിലിറ്റി ഓഫൻസസ് ആക്ട് എന്ന പേരിലായിരുന്നു ഈ ഒരു നിയമം. പക്ഷേ 1976 ഭേദഗതിയിലൂടെയാണ് ഇതിനെ പൗര അവകാശ സംരക്ഷണ നിയമം എന്ന് പുനർനാമകരണം ചെയ്തത്.
അപ്പോൾ ഈ തൊട്ടുകൂടായ്മ നിരോധന നിയമം 1955 ആ ഒരു നിയമമാണ് എന്ത് ചെയ്തത് 1976 എന്ത് ചെയ്തു ഭേദഗതിയിലൂടെ അതിനെ പൗരാവകാശ സംരക്ഷണ നിയമം എന്ന് പുനർനാമകരണം ചെയ്തു. ആർട്ടിക്കിൾ നമ്പർ 17 എന്താണ് മഹാത്മാഗാന്ധി കി ജയ് എന്ന് പറഞ്ഞുകൊണ്ട് പാസാക്കിയ തൊട്ടുകൂടായ്മ നിയമം. ആ തൊട്ടുകൂടായ്മ നിയമമാണ് 1976 ഭേദഗതിയിലൂടെ അതിനെ എന്ത് ചെയ്തത് പൗരാവകാശ സംരക്ഷണ നിയമം എന്ന് പുനർനാമകരണം ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കുള്ള ചോദ്യം 1976 ഏത് ഭേദഗതിയിലൂടെയാണ് പൗരാവകാശ സംരക്ഷണ നിയമം എന്ന് തൊട്ടുകൂടായ്മ നിയമത്തെ പുനർനാമകരണം ചെയ്തത്? കമന്റ് ബോക്സിൽ അതിനുള്ള ആൻസർ പറയണം കേട്ടോ. അപ്പോ അടുത്ത പോയിന്റ് വിവാഹത്തിലെ നിയന്ത്രണങ്ങൾ, റെസ്ട്രിക്ഷൻസ് ഓൺ മാരേജ്. നമ്മൾ പറഞ്ഞു ജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന സമൂഹത്തില് ആ ജാതിയിൽപ്പെട്ട വ്യക്തിയിൽ നിന്ന് മാത്രമേ വിവാഹം ചെയ്യാനായിട്ട് പാടുള്ളൂ എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ജാതി വ്യവസ്ഥ സ്വഗണ വിവാഹത്തെ എൻഡോഗമിയെ പ്രോത്സാഹിപ്പിച്ചു. സ്വന്തം ജാതിയിൽ നിന്നുള്ള വിവാഹമാണ് സ്വഗണ വിവാഹം. അന്യഗണ വിവാഹം എക്സോഗമി ചെയ്യുന്ന വ്യക്തികളെ ജാതിയിൽ നിന്നും പുറത്താക്കുന്ന രീതിയും തുടർന്നു വന്നു. മറ്റു ജാതികളുമായി ഇടകലരാതെ ഓരോ ജാതിയും അവരവരുടെ അതിർവരമ്പുകൾ നിലനിർത്തുന്നതിനു വേണ്ടിയായിരുന്നു ഈ എൻഡോഗമി സ്വഗണ വിവാഹം, സ്വന്തം ഗണത്തിൽ നിന്ന് മാത്രമുള്ള വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു പോന്നിരുന്നത് അല്ലെ. അപ്പൊ ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ജാതി വ്യവസ്ഥ സ്വഗണ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. നിങ്ങൾക്കുള്ള അടുത്ത ചോദ്യം എന്താണ്? നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. ഏത് ആർട്ടിക്കിൾ ആണ് അങ്ങനെ പറയുന്നതെന്നും കൂടി കമന്റ് ചെയ്യാം കേട്ടോ. എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദ്യം ചോദിക്കാന്ന് അറിയാമോ? ചില ആളുകളുണ്ട് ചാപ്റ്ററിന്റെ ആദ്യ ഭാഗം കണ്ടിട്ട് സ്കിപ്പ് ചെയ്തു പോകും. അപ്പൊ നിങ്ങൾ അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ടോ, കംപ്ലീറ്റ് ആയിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ ഈ കമന്റ് ബോക്സ് ചെക്ക് ചെയ്താൽ മതിയല്ലോ. അപ്പൊ എത്ര പേര് കംപ്ലീറ്റ് ആയിട്ട് കാണുന്നുണ്ടെന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും 2 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയേണ്ടതുണ്ട് കേട്ടോ. ഇനി 5ാമത്തെ പോയിന്റ് അസമത്വവും അരികുവൽക്കരണവും, ഇൻഇക്വാലിറ്റി ആൻഡ് മാർജിനലൈസേഷൻ. നോക്കാം. ജാതി വ്യവസ്ഥ സാമൂഹിക ഘടനയുടെ അടിസ്ഥാനമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിലും അത് സമൂഹത്തിൽ അസമത്വം വളർത്തിയിരുന്നു. പ്രത്യേകിച്ച് താഴ്ന്ന ജാതിയിൽ നിന്ന് കണക്കാക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസം, ഭൂമി, വിഭവങ്ങൾ എന്നിവയ്ക്കുള്ള പ്രാപ്യത നിഷേധിക്കുകയും ഇത് അരികുവൽക്കരണത്തിന് ആക്കം കൂട്ടുകയും ചെയ്തു. നമ്മൾ പഠിച്ചിട്ടുണ്ട് മാർജിനലൈസേഷനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ചെറിയ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ, ചെറിയ ക്ലാസ്സിലെ ചാപ്റ്ററിൽ. ജാതി വ്യവസ്ഥയിലെ അസമത്വങ്ങളെ ചോദ്യം ചെയ്യപ്പെടാനാകാത്തതായി കണക്കാക്കപ്പെട്ടിരുന്നു. വിഭവങ്ങൾ എല്ലാവർക്കും അർഹിക്കുന്ന രീതിയിൽ ലഭിക്കുന്നതിനും സമത്വം വളർത്തുന്നതിനും അത് തടസ്സമാക്കി. ചില വിഭാഗക്കാർക്ക് കൂടുതൽ പരിഗണന ലഭിച്ചപ്പോൾ മറ്റു ചില വിഭാഗങ്ങൾ അരികുവൽക്കരിക്കപ്പെട്ടു. കാലക്രമേണ ജാതിപരമായ അസമത്വങ്ങൾക്കെതിരെയും അടിച്ചമർത്തലുകൾക്കെതിരെയും നിരവധി പോരാട്ടങ്ങൾ ഇന്ത്യയിൽ ആകമാനം ഉടലെടുത്തു. നമ്മൾ പറഞ്ഞ കല്ലുമാല സമരം, മുക്കുത്തി സമരം, പന്തി ഭോജനം, ചാന്നാർ ലഹള മുതലായവ കേരളത്തിലുണ്ടായ പോരാട്ടങ്ങൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, കല്ലുമാല സമരം, മുക്കുത്തി സമരം, പന്തി ഭോജനം, ചാന്നാർ ലഹള മുതലായവ കേരളത്തിലുണ്ടായ പോരാട്ടങ്ങൾക്ക് ഉദാഹരണമാണ്. കല്ലുമാല സമരം എന്തിനു വേണ്ടിയിട്ടാണ്? താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് കല്ലുകൊണ്ടും കുപ്പിച്ചില്ലുകൊണ്ടുള്ള ആഭരണങ്ങൾ അണിയാൻ മാത്രമേ എന്തുണ്ടായിരുന്നുള്ളൂ? അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിനെതിരെ നടന്നതാണ് കല്ലുമാല സമരം. മുക്കുത്തി സമരം എന്താണ്? താഴ്ന്ന ജാതിയിൽപ്പെട്ട വ്യക്തികൾക്ക് മൂക്കുത്തി അണിയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് GS വേലായുധന്റെ നേതൃത്വത്തിൽ നടന്ന സമരമാണ്. ഇനി പന്തി ഭോജനം നമുക്കറിയാം, ഒരുപാട് പേര് പന്തി ഭോജനം നടത്തിയിട്ടുണ്ട്. വൈകുണ്ഠസ്വാമികൾ സമപന്തി ഭോജനം അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. പന്തി ഭോജന ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ട്. ചാന്നാർ ലഹള പഠിച്ചിട്ടുണ്ട്, മേൽമുണ്ട് ധരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സമരങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? ഇങ്ങനെയുള്ള അസമത്വങ്ങൾ, മാർജിനലൈസേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇന്ത്യൻ ഭരണഘടന സമൂഹത്തിലെ അസമത്വങ്ങളെ വിലക്കുകയും എല്ലാ പൗരർക്കും തുല്യത ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. ആധുനിക ഇന്ത്യയിൽ ജനാധിപത്യ മൂല്യങ്ങൾ, ഭരണഘടനാ വ്യവസ്ഥകൾ, സാമൂഹിക സ്ഥാപനങ്ങൾ എന്നിവ ജാതി വ്യവസ്ഥയുടെ പരമ്പരാഗത കാർക്കശ്യ രീതികൾക്ക് വെല്ലുവിളിയായി. ഇത് സാമൂഹിക ചലനാത്മകതയെ സ്വാധീനിക്കുകയും ന്യായ സമൂഹം കെട്ടിപ്പടുക്കുന്നതിനും തുല്യത പ്രോത്സാഹിപ്പിച്ച് ജാതി വിവേചനം ഇല്ലായ്മ ചെയ്യുന്നതിനും വഴിതെളിക്കുകയും ചെയ്തു. നമ്മൾ പറഞ്ഞ ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയുടെ വിവിധ ഘടകങ്ങളിൽ ജാതി വ്യവസ്ഥയാണ് ഏറ്റവും ആദ്യം പറഞ്ഞത്. ജാതി വ്യവസ്ഥയെ കുറിച്ചാണ് ഇപ്പൊ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പൊ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇതിൽ ഓരോ പോയിന്റിന്റെയും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ജാതി വ്യവസ്ഥ നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് ഗോത്ര, ഗ്രാമ, നഗര സമൂഹങ്ങൾ, ഭാഷ, മതം ഇതൊക്കെ പഠിക്കണം. അപ്പൊ ജാതി വ്യവസ്ഥയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. ഇനി മതവുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തൊട്ടടുത്ത ക്ലാസ്സിൽ പഠിക്കും.
ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുക. വീക്ക്ലി സ്റ്റഡി പ്ലാനുകളൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക കേട്ടോ. ഫേസ്ബുക്ക് പേജിലും നമ്മൾ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതുകൂടി ഫോളോ ചെയ്യുക. ഇനി എല്ലാത്തിൻ്റെയും ലിങ്ക് എവിടെ കിട്ടും? ലിങ്ക് യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക. അവിടെ എല്ലാത്തിൻ്റെയും ലിങ്ക് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ അല്ലേ? താങ്ക് യു ഓൾ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഒറ്റൊരു പാർട്ട് കൊണ്ട് തീർക്കാനായിട്ട് പറ്റില്ല. മേ ബി ഒരു 3 പാർട്ട് കൊണ്ടായിരിക്കും നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് പാർട്ട് ഇതാണ്. അപ്പൊ മതം, റിലീജിയനുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ടടുത്ത ദിവസമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.